പത്തനംതിട്ട എം.പി. ആന്റോ ആന്റണിക്ക് ഓഫീസിലെത്തി മധുരം നൽകി SDPI നേതാക്കൾ. SDPI സ്ഥാപക ദിനത്തിൽ ആന്റോ ആന്റണി എം.പിക്ക് പത്തനംതിട്ടയിലെ ഓഫീസിലെത്തിയാണ് നേതാക്കൾ മധുരം നൽകിയത്. SDPI തന്നെ പ്രചരിപ്പിച്ച ഫോട്ടോയും റീലും ഇപ്പോൾ വിവാദമാകുന്നുണ്ട്. നിലമ്പൂരിലെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിവാദമായിരിക്കെയാണ് പുതിയ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ മുരളി, പുലിവാലായി മാറിയിരിക്കുകയാണ് SDPIയുടെ റീലല്ലേ? UDFും LDFും SDPI ആയിട്ടുള്ള ബന്ധങ്ങൾ തുടരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട്, ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാറുകയാണ് ഈ സംഭവം. ആന്റോ ആന്റണി MP-യുടെ പത്തനംതിട്ട ഓഫീസിലേക്ക് SDPI പ്രവർത്തകർ നേരിട്ടെത്തിയാണ് SDPIയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മധുരം വിതരണം ചെയ്തത്. ആന്റോ ആന്റണി MP-ക്ക് SDPI പ്രവർത്തകർ ലഡു വിതരണം ചെയ്തതിന്റെ ദൃശ്യങ്ങളും SDPIയുടെ പതാക അടക്കമുള്ള നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് ഓഫീസിലെത്തി മധുരം നൽകി SDPI നേതാക്കൾ. SDPI സ്ഥാപക ദിനത്തിൽ ആന്റോ ആന്റണി MP-ക്ക് പത്തനംതിട്ടയിലെ ഓഫീസിലെത്തിയാണ് നേതാക്കൾ മധുരം നൽകിയത്. ഇത് SDPI തന്നെ ഫോട്ടോയായും റീലായും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ റീൽ ഇപ്പോൾ പുലിവാലായി മാറിയിരിക്കുകയാണ്. ഫോട്ടോയും റീലും ഒക്കെ വിവാദമായി തീർന്നിരിക്കുകയാണ്. SDPI തന്നെ പ്രചരിപ്പിച്ച ഫോട്ടോയും റീലും വിവാദമാകുമ്പോൾ നിലമ്പൂരിലെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിവാദമായിരിക്കുകയാണ് പുതിയ ആക്ഷേപം എന്നുള്ളതാണല്ലേ മിഥുൻ? രഹസ്യമായി അല്ല, പരസ്യമായി തന്നെ SDPIയുമായി ഈ UDF നേതാക്കൾ ബന്ധമുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. SDPIയുടെ 17ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് SDPI പ്രവർത്തകർ ആന്റോ ആന്റണി MP-യുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തി മധുരം വിതരണം ചെയ്തത്. ആന്റോ ആന്റണി MP-ക്ക് SDPI പ്രവർത്തകർ ലഡു വിതരണം ചെയ്തതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും SDPIയുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെ അടക്കം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇത് രഹസ്യമായല്ല, തെളിഞ്ഞു തന്നെ ഒളിമറയിൽ നിന്നും പുറത്തേക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വരുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഇത്. റീല് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് MP-യുടെ ഓഫീസിലേക്ക് SDPI പ്രവർത്തകർ എത്തുന്നതിന്റെ ആ ദൃശ്യങ്ങൾ വ്യാപകമായി SDPI പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്നു. തങ്ങളോടൊപ്പം UDF നേതാക്കളുണ്ട്. UDF നേതാക്കളോടൊപ്പം തന്നെ MP അടക്കമുള്ള ജനപ്രതിനിധികളോടൊപ്പം തന്നെ തങ്ങളുടെ പാർട്ടിയുമുണ്ട്, അനുഭവം പുലർത്തുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. SDPIയുടെ തന്നെ കാർഡുകൾ, SDPIയുടെ കൊടിയും മറ്റ് പാർട്ടിയുടെ പേരും അടക്കമുള്ള കാർഡുകളും സമൂഹ മാധ്യമങ്ങളിൽ SDPI പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു ചർച്ചയായി മാറുകയാണ് ഈ സംഭവം. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വ്യാപകമായി ആഘോഷം നടത്തുമ്പോൾ അത് ഒരു ജനപ്രതിനിധിക്ക്, UDFന്റെ ജനപ്രതിനിധിക്ക് നേരിട്ട് ഓഫീസിലെത്തി നൽകുന്നു. അത് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെ ആയിരിക്കണം ഇത്തരം വീഡിയോ ചിത്രീകരണങ്ങളും നടക്കുന്നത്. അദ്ദേഹം അതിനു വേണ്ടി സമ്മതം മൂളിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിനും ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള വർഗീയ മാറ്റി നിർത്തപ്പെടേണ്ട സംഘടനകൾ അവർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തി അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിൽ ഈ ആന്റോ ആന്റണി MP-ക്കും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്ന് തന്നെ വ്യക്തമാവുന്ന കാഴ്ചകളാണ് ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. നേരത്തെയും പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധ പരാമർശങ്ങളൊക്കെ ആന്റോ ആന്റണി MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും കേന്ദ്ര സർക്കാർ ഭീകരർക്ക് ഈ പാവപ്പെട്ട ആളുകളെ തള്ളിവിട്ട് കൊടുക്കുകയായിരുന്നു അടക്കമുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ആന്റോ ആന്റണി MP നടത്തിയതുമെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലവും ഉണ്ട്. എന്തായാലും നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള വിവാദമായി തീരുമ്പോൾ അതിന്റെ തന്നെ ബാക്കി എന്നോണമാണ് SDPIയുമായിട്ട് പത്തനംതിട്ട MP-ക്ക് ഏതു തരത്തിലുള്ള ബന്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന ചില കാഴ്ചകളും ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തത്. ഇതിൽ എടുത്തു പറയേണ്ടത് MP-യുടെ അനുവാദത്തോടു കൂടിയാകണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് എന്നുള്ളതാണ്. MP-യുടെ പ്രതികരണവും തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയും SDPI പ്രവർത്തകരിൽ നിന്നും ലഡു സ്വീകരിക്കും. താൻ അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. മണ്ഡലത്തിലുള്ള ആർക്കും അവിടേക്ക് എത്താം, ഓഫീസിലേക്ക് വരാം, തനിക്ക് മധുരം നൽകുകയോ മറ്റ് കാര്യങ്ങൾ സമ്പർക്കം ആശയവിനിമയം ഒക്കെ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യമാണ് MP-യുമായി ഈ കാര്യത്തിൽ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. ഈ സംഘടനയുമായി, ഇത്തരത്തിലുള്ള സംഘടനയുമായി, പാർട്ടിയുമായി
യാതൊരു തര ബന്ധവും പുലർത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ആന്റോ ആന്റണി എംപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇനിയും ഇത്തരത്തിലുള്ള ലഡു വിതരണം അടക്കമുള്ള കാര്യങ്ങളുമായി ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയാൽ, തന്റെ ഓഫീസിലേക്ക് എത്തിയാൽ താൻ അതിന് തടസ്സമൊന്നും നിൽക്കില്ല എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അനുവാദത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ ഈ മണ്ഡലത്തിലുള്ള ഏത് പൗരന്മാർക്കും ആളുകൾക്കും ജനപ്രതിനിധിയുടെ ഓഫീസുകളിലേക്ക് എത്താം, ആവശ്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ SDPI പോലുള്ള ഒരു സംഘടനയുടെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ ആ സംഘടനയുടെ ബാനറിൽ തന്നെ ആ സംഘടനയുടെ സ്ഥാപക ദിനത്തിൽ എംപിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. അത് പരസ്യമായി അദ്ദേഹത്തിന് ലഡു വിതരണം ചെയ്യുന്നു, അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ ഈ SDPI എന്ന പാർട്ടിയുമായി ബന്ധം പുലർത്തുന്നതിലും തെറ്റില്ല എന്ന് തന്നെയാണ് എംപിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇനിയും ഇത്തരത്തിൽ ആരും ഏത് പാർട്ടിയുടെ ലേബലിലും തന്റെ ഓഫീസിലേക്ക് എത്തിയാൽ, ഇത്തരത്തിലുള്ള പാർട്ടി SDPI അടക്കമുള്ള പാർട്ടികളുടെ ലേബലിൽ തന്റെ ഓഫീസിലേക്ക് എത്തിയാൽ സ്വീകരിക്കും എന്നുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. എന്തായാലും UDF, ജമാഅത്തെ ഇസ്ലാമി, SDPI കൂട്ടുകെട്ടുകൾ പരസ്യമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി മാറുന്നു. ഒപ്പം തന്നെ LDF-ഉം പത്തനംതിട്ട നഗരസഭയിലടക്കം SDPIയുടെ കൂട്ടുകെട്ട് തേടിയ കാഴ്ചകൾ, ഉദാഹരണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. LDF ആയാലും UDF ആയാലും രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ഇരു കൂട്ടരും SDPI അടക്കമുള്ള സംഘടനകളുടെ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതിന്റെ ഒരു തെളിവായിട്ട് മാറുകയാണ് ഈ സംഭവം. അതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, തന്റെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു പ്രതികരണവുമാണ് ആന്റോ ആന്റണി എംപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശരി മിഥുൻ, SDPI സ്ഥാപക ദിനത്തിൽ ആന്റോ ആന്റണി എംപിക്ക് പത്തനംതിട്ടയിലെ ഓഫീസിലെത്തി SDPI നേതാക്കൾ മധുരം നൽകി. SDPI തന്നെ പ്രചരിപ്പിച്ച ഫോട്ടോയും റീലും ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. എന്തായാലും UDF, ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിവാദമായിരിക്കുകയാണ്. പുതിയ ആക്ഷേപം കൂടി വരുന്നത് എന്നുള്ളതാണ്. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.